2016 വരെയുള്ള ഇംഗ്ലീഷ് കോമൺ കോഴ്സ് എന്നതിലെ ക്രിട്ടിക്കൽ തിങ്കിങ്, അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ സ്കിൽസ് സെം 2-ലെ ഇംഗ്ലീഷ് പോർഷനാണ്. നമ്മൾ അതിൻ്റെ ഒന്നാം ഭാഗം നോക്കിയായിരുന്നു. രണ്ടാം ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ആർഗ്യുമെന്റും ഒപ്പീനിയനും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് ഒരു ആർഗ്യുമെന്റ്? ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എ ക്ലെയിം ഓർ സ്റ്റേറ്റ്മെന്റ് സപ്പോർട്ടഡ് ബൈ എവിഡൻസ്, പ്രൂഫ് ഓർ ലോജിക്കൽ റീസണിങ്. തെളിവിന്റെ പിൻബലമുള്ള അല്ലെങ്കിൽ യുക്തിസഹമായ ന്യായവാദത്തിന്റെ പിൻബലമുള്ള ഒരു പ്രസ്താവനയെ മാത്രമേ നമുക്ക് ആർഗ്യുമെന്റ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് അതിന്റെ എയിം എന്താണ്? ഒരു ആർഗ്യുമെന്റിന്റെ എയിം എന്ന് പറയുന്നത് കേൾവിക്കാരനെ ബോധ്യപ്പെടുത്തുക, കൺവിൻസ് ചെയ്യിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആശയത്തിലേക്ക് അയാളെ സ്വാധീനിച്ചു കൊണ്ടുവരിക, പെർസ്യൂഡ് ചെയ്യുക. ഇതാണ് ഒരു ആർഗ്യുമെന്റിന്റെ എയിം എന്ന് പറയുന്നത്. എന്നാൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അഭിപ്രായം മാത്രമാണ്. അതിന് പ്രൂഫ് ഒന്നും പറയാൻ അയാൾക്ക് ഉണ്ടാവില്ല. എ പേഴ്സൺസ് പേഴ്സണൽ വ്യൂ പോയിന്റ് ഓർ പെർസ്പെക്റ്റീവ്, അത്ര മാത്രമാണ് ഒപ്പീനിയൻ. നോട്ട് നെസസറിലി സപ്പോർട്ടഡ് ബൈ എവിഡൻസ്. ഈ ഒരു ഒപ്പീനിയന് ചിലപ്പോൾ എവിഡൻസിന്റെ പിൻബലം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ പ്രൂഫ് ഉണ്ടാവണമെന്നില്ല, ലോജിക്കൽ റീസണിങ് കണക്ട് ചെയ്ത് പറയാൻ പറ്റണമെന്നില്ല. അത് വെറും ഒരു അഭിപ്രായം മാത്രമാണ്. ഒപ്പീനിയന്റെ പ്രത്യേകത, ഇറ്റ് മേ ബി സബ്ജക്റ്റീവ്. അത് ഓരോ വ്യക്തിയും അഭിപ്രായം പറയുമ്പോൾ അയാളുടെ മനസ്സിന്റെ ഇഷ്ടവും താല്പര്യവും അനിഷ്ടവും ഒക്കെ വെച്ചിട്ടായിരിക്കും അയാളത് പറയുക. അപ്പോൾ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി സബ്ജക്റ്റീവ് ആൻഡ് ബേസ്ഡ് ഓൺ പേഴ്സണൽ ഫീലിങ്സ് ഓർ ബയാസ്. വ്യക്തിയുടെ അഭിപ്രായങ്ങൾ, അയാളുടെ വ്യക്തിപരമായിട്ടുള്ള പക്ഷപാതങ്ങളൊക്കെ അതിനെ സ്വാധീനിക്കും എന്നർത്ഥം. മറ്റു തരത്തിൽ പറഞ്ഞാൽ, ഇൻ അതർ വേർഡ്സ്, ആൻ ആർഗ്യുമെന്റ് ഈസ് എ മോർ സ്ട്രക്ചേർഡ് ആൻഡ് എവിഡൻസ് ബേസ്ഡ് എക്സ്പ്രഷൻ ഓഫ് തോട്ട്. ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് കൂടുതൽ സ്ട്രക്ചേർഡ് ആണ്, തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ചിന്തയാണ്. അതേസമയം വൈൽ ആൻ ഒപ്പീനിയൻ ഈസ് മോർ പേഴ്സണൽ ആൻഡ് സബ്ജക്റ്റീവ് വ്യൂ പോയിന്റ്. ഒരു ഒപ്പീനിയൻ ആവട്ടെ കൂടുതൽ പേഴ്സണൽ ആണ്, വ്യക്തിപരമാണ്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്നത് എന്താണ്? വിമർശന ചിന്ത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ലോജിക് ആൻഡ് ആർഗ്യുമെന്റ്. നമ്മളുടെ വിമർശന ചിന്ത എന്ന് പറയുന്നത് ലോജിക്കുമായി കണക്റ്റഡ് ആണ്, ആർഗ്യുമെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. വിമർശന ചിന്തയിൽ ഒരിക്കലും ഒപ്പീനിയന് വലിയ സ്ഥാനമില്ല. ആൻ ആർഗ്യുമെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് സപ്പോർട്ടഡ് ബൈ റീസൺസ് ഓർ എവിഡൻസ്. ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രസ്താവനയാണ്. അതിൽ ന്യായങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ, അതിന്റെ പിൻബലം, യുക്തിസഹമായ ചിന്ത എല്ലാം കണക്റ്റഡ് ആയിരിക്കണം. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ആൻ ഒപ്പീനിയൻ. ഒരു ഒപ്പീനിയനിൽ നിന്നും അതിന് വലിയ വ്യത്യാസമുണ്ട്. ആൻ ഒപ്പീനിയൻ ഈസ് എ ബിലീഫ് നോട്ട് ബേസ്ഡ് ഓൺ അബ്സല്യൂട്ട് സർട്ടനിറ്റി. ഒപ്പീനിയന് വ്യക്തമായ സമ്പൂർണമായ ഒരു വ്യക്തതയോ കൃത്യതയോ ഉണ്ടാവണമെന്നില്ല, ഉറപ്പുണ്ടാവണമെന്നില്ല. ഓർ പോസിറ്റീവ് നോളജ് ബട്ട് വാട്ട് സീംസ് ട്രൂ ടു വൺസ് ഓൺ മൈൻഡ്. ഒരാളുടെ മനസ്സിൽ ശരിയെന്ന് അയാൾക്ക് തോന്നുന്നു എന്ന് മാത്രം. അത്രേ ഉള്ളൂ ഒപ്പീനിയന്റെ വില. ആൻ ഒപ്പീനിയൻ ബിക്കംസ് ആൻ ആർഗ്യുമെന്റ് ഇഫ് ഇറ്റ് ഈസ് ഫോർട്ടിഫൈഡ് ബൈ ലോജിക്. ഒരു ഒപ്പീനിയൻ ആർഗ്യുമെന്റ് ആവണമെങ്കിൽ അതിന് ലോജിക്കിന്റെ കെട്ടുറപ്പ് വേണം, ലോജിക്കിന്റെ ഫോർട്ടിഫിക്കേഷൻ വേണം, ബലപ്പെടുത്തൽ വേണം. ലോജിക്ക് ഒപ്പം തന്നെ റീസൺ വേണം, എവിഡൻസ് വേണം. എങ്കിലാണ് ഒപ്പീനിയനെ നമുക്ക് സ്ട്രോങ് ആക്കി ആർഗ്യുമെന്റിന്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. ഫോർട്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബലപ്പെടുത്തുക. ഇനി ഹൗ ടു റെക്കഗ്നൈസ് ആൻ ആർഗ്യുമെന്റ്. അടുത്ത ഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ആർഗ്യുമെന്റിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും. ആൻ ആർഗ്യുമെന്റ് ഹാസ് ടു പാർട്സ്. ഒരു ആർഗ്യുമെന്റിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ദ ഫസ്റ്റ് പാർട്ട് ഈസ് കോൾഡ് ദ പ്രമൈസ് ഓർ പ്രമൈസസ്. ഒന്നാം ഭാഗം പ്രമൈസ് അല്ലെങ്കിൽ പ്രമൈസസ് എന്നാണ് പറയുക. സെക്കൻഡ് പാർട്ട് ഈസ് ദ കൺക്ലൂഷൻ. രണ്ടാം ഭാഗം എന്ന് പറയുന്നത് കൺക്ലൂഷൻ ആണ്. ദ പ്രമൈസസ് ഫോം എ സെറ്റ് ഓഫ് ക്ലെയിംസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് ബേസ്ഡ് എ ഫർദർ ക്ലെയിം. അതായത് കുറെ അവകാശവാദങ്ങളുടെ ഒരു നീണ്ട നിരയാണ് പ്രമൈസസ് എന്ന് പറയുന്നത്. ആ അവകാശവാദങ്ങളുടെ നീണ്ട നിര, അവകാശവാദങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരു പുതിയ ക്ലെയിം മുന്നോട്ട് വയ്ക്കുന്നു. ദ സെക്കൻഡ് ക്ലെയിം ഫോംസ് ദ കൺക്ലൂഷൻ. അങ്ങനെ മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ ക്ലെയിമാണ്. നേരത്തെ പറഞ്ഞ ക്ലെയിമുകളൊക്കെ നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ ഈ ക്ലെയിമും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആ സെക്കൻഡ് ക്ലെയിം ഉണ്ടല്ലോ, അത് കൺക്ലൂഷൻ എന്നറിയപ്പെടുന്നു. അത് എന്തെന്നറിയപ്പെടുന്നു? കൺക്ലൂഷൻ, അന്തിമ നിഗമനം എന്നൊക്കെ നമ്മൾ പറയും. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ. ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം ഇങ്ങനെ തന്നെയാണ്. ഓൾ കഥകളി ഡാൻസേഴ്സ് ആർ ഫ്രോം കേരള. എല്ലാ കഥകളി നൃത്തക്കാരും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം അറിയാം. കേരളത്തിലുണ്ടായ ഒറിജിനേറ്റ് ചെയ്ത ഒരു ആർട്ട് ഫോമാണ് കഥകളി. കഥകളിയുടെ വളർച്ചയ്ക്ക് കേരളത്തിൽ തൃശ്ശൂർ കലാമണ്ഡലത്തിലെ ഒരു ചെറുതുരുത്തിയിൽ ഒരു കലാമണ്ഡലമുണ്ട്, കേരള കലാമണ്ഡലം. നമ്മുടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സ്ഥലം, അല്ലെങ്കിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ അല്ലെങ്കിൽ അദ്ദേഹം കഥകളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഫോം ഓഫ് കേരള. അതായത് അത് കേരളത്തിന്റെ ഒരു ആർട്ട് ഫോമാണ്. നൗ രഘു ഈസ് എ കഥകളി ഡാൻസർ.
ഇനി രഘുവിനെ കുറിച്ച് പറയുകയാണ്. രഘു ഒരു കഥകളി ഡാൻസറാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ നമുക്കും ഒരു കാര്യം മനസ്സിലായി, രഘു കേരളീയനാണ്. കാരണം കേരളത്തിൽ ആർട്ട് ഫോം ആണല്ലോ. അതുകൊണ്ട് എല്ലാ കഥകളി ഡാൻസേഴ്സും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്ന വാദം നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ എതിർകക്ഷിയെ കൊണ്ട് സമ്മതിപ്പിച്ചു കഴിഞ്ഞതാണ്. അയാളത് സമ്മതിച്ചതുമാണ്. എന്നിട്ട് പറയുകയാണ് രഘു കഥകളി ഡാൻസറാണെന്ന് പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മൂന്നാമത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്? അതുകൊണ്ട് രഘുവും കേരളത്തിൽ നിന്നുള്ള ആളാണ്. സോ രഘു ഈസ് ഫ്രം കേരള. തീർച്ചയായിട്ടും ഈ ആർഗ്യുമെന്റ് ഇപ്പോൾ മുൻപ് മൂന്നാമത് പറഞ്ഞ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്ന ഭാഗത്തിന് തൊട്ടു മുമ്പ് പറഞ്ഞ രണ്ട് പ്രൊമൈസുകളുമായി കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ വ്യക്തതയുണ്ട്, അർത്ഥമുണ്ട്, ലോജിക്കലി കണക്ഷൻ ഉണ്ട്, തെളിവുണ്ട്, എവിഡൻസ് ഉണ്ടെന്ന് പറയാം. ഇൻ ദിസ് എക്സാമ്പിൾ യു വിൽ നോട്ടീസ് ദ ഫോളോയിങ് പോയിന്റ്സ്. ഈ എക്സാമ്പിളിലെ രണ്ട് പോയിന്റ്സ് നമുക്ക് നോട്ടീസ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, ദ പ്രിൻസിപ്പൽ ക്ലെയിം. എന്താണ് അവിടുത്തെ മുഖ്യ അവകാശവാദം? രഘു കേരളത്തിൽ നിന്നുള്ള ആളാണെന്നുള്ളത് തന്നെയാണ്. കൺക്ലൂഷനും എന്ത് തന്നെയാണ്? കൺക്ലൂഷനും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, രഘു ഈസ് ഫ്രം കേരള. ഇനി in order to support this second claim, ഈ രണ്ടാമത്തെ ക്ലെയിമിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വിച്ച് ഇസ് ദ കൺക്ലൂഷൻ, രണ്ടാമത്തെ ക്ലെയിം കൺക്ലൂഷൻ ആണ്, ടു അതർ സപ്പോർട്ടിംഗ് ക്ലെയിംസ് ആർ മെയ്ഡ്. അതിന് മുൻപ് ആ കൺക്ലൂഷൻ പറയുന്നതിന് മുമ്പ് രണ്ട് സപ്പോർട്ടിംഗ് ക്ലെയിംസ് മുൻപേ നിരത്തി വെച്ചിരിക്കുകയാണ്. ദി കൺക്ലൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി സപ്പോർട്ടിംഗ് ക്ലെയിംസ്. നമ്മുടെ മൂന്നാമത് പറഞ്ഞ കൺക്ലൂഷൻ, അന്തിമ നിഗമനം തൊട്ട് മുമ്പ് പറഞ്ഞ ആ സപ്പോർട്ടിംഗ് ക്ലെയിംസിനെ ബേസ് ചെയ്താണ് വരുന്നത് എന്നത് മറ്റൊരു കാര്യം. അപ്പോൾ പ്രൊമൈസസ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ് അല്ലേ? ഓൾ കഥകളി ഡാൻസേഴ്സ് ആർ ഫ്രം കേരള, രഘു ഈസ് എ കഥകളി ഡാൻസർ. അപ്പോൾ തീർച്ചയായിട്ടും മൂന്നാമത്തെ തർക്കമില്ലല്ലോ, രഘു കേരളീയനാണെന്ന്. ഇനി അപ്പോൾ ലോജിക്ക് ഇവിടെ കണക്റ്റഡ് ആണ്. തർക്കശാസ്ത്രം അനുസരിച്ച് ഇത് ശരിയായ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുന്ന അല്ലെ ഒരു രീതിയാണ്. പ്രൊമൈസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പറയുന്ന ഒരാശയം, പൂർവപക്ഷം എന്ന് പറയാം. ഇനി ഇതെന്തായാലും ഇതൊരു സിലോജിസം അഥവാ യുക്തിവാദത്തിന്റെ രീതി ഇങ്ങനെയാണ്, തർക്കവാദത്തിന്റെ രീതി ഇങ്ങനെയാണ്. ഇനി ദിസ് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് ഈസ് നോൺ ആസ് എ സിലോജിസം ഇൻ ലോജിക്ക്. ലോജിക്കൽ ഇതിന് സിലോജിസം എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ ആർഗ്യുമെന്റ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ചില സൂചനാവാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മളത് പറയുക. സിൻസ് ആയതിനാൽ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയതിനാൽ എന്ന് പറഞ്ഞുകൊണ്ട് കൺക്ലൂഷൻ പറയുന്ന രീതി, അല്ലെങ്കിൽ ബിക്കോസ് അല്ലെ, എന്തുകൊണ്ടെന്നാൽ, ഫോർ, ഇനി ഇറ്റ് ഫോളോസ് ഫ്രം, ഇങ്ങനെയുള്ള വേർഡ്സ് പ്രൊമൈസസ് വയ്ക്കാൻ നേരത്തെ അതിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് പറയാറുണ്ട്. ഇനി ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ, ഈസ് ഗിവൺ ദാറ്റ്, ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഫാക്ട് ദാറ്റ്, ഈ വസ്തുത ഈ ഇതിനാൽ തന്നെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇങ്ങനെയുള്ള വാക്കുകൾ, വേർഡ് ഗ്രൂപ്പ്സ് നമ്മൾ പ്രൊമൈസസ് പറയുമ്പോൾ അതിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് വെക്കാറുണ്ട്. ഈസ് ഇംപ്ലൈഡ് ബൈ, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ധ്വനിക്കുന്നത് എന്ന അർത്ഥത്തിലൊക്കെ. എന്തായാലും ഇനി കൺക്ലൂഷൻ പറയുന്നതിന് ചില ഇതുപോലെ ഇൻഡിക്കേറ്റർ വേർഡ്സ് ഉണ്ടോ? പ്രൊമൈസസിന് ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റർ വേർഡ്സ് ഉണ്ട്. കൺക്ലൂഷനോ തീർച്ചയായിട്ടും ഉണ്ട്. ഏതൊക്കെയാണ്? ദസ്, therefore, so, hence, it follows that, then, in conclusion, accordingly, consequently, as a result, implies, shows, establishes, ഇങ്ങനെയൊക്കെയുണ്ട്. ഒരു ആർഗ്യുമെന്റിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ ഭാഗമാണ് പ്രൊമൈസ് അഥവാ പ്രൊമൈസസ്, രണ്ടാമത്തെ ഭാഗമാണ് കൺക്ലൂഷൻ. ഇനി എന്തായാലും കൺക്ലൂഷനെ നമ്മൾ നിഗമനം എന്ന് വിളിക്കുക അല്ലേ? എന്തായാലും ഈ പ്രൊമൈസസിനെ അടിസ്ഥാനമാക്കിയാണ് കൺക്ലൂഷൻ നമ്മൾ എത്തിച്ചേരുന്നത്. പ്രൊമൈസസ് എന്ന് പറഞ്ഞാൽ പൂർവപക്ഷമാണ് അല്ലേ? അപ്പോൾ പ്രൊമൈസസിന് പൂർവപക്ഷം എന്നൊക്കെ പറയാം. ഉദാഹരണം ഇവിടെ പറഞ്ഞത് എന്താണ്? എല്ലാ കഥകളി നടന്മാരും കേരളത്തിൽ നിന്നുള്ളവരാണ്. രഘു ഒരു കഥകളി നടനാണ്, അതുകൊണ്ട് രഘു കേരളത്തിൽ നിന്നുള്ള ഒരാളാണ് എന്നുള്ളത് കൺക്ലൂഷനാണ്. ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ തർക്ക വിഷയത്തെ നമ്മൾ സാധൂകരിച്ചെടുക്കുക എന്ന രീതി.